ഈ ഒരു ഫിഷിനെ കണ്ടോ? ഇത് നമ്മുടെ ബലൂൺ പ്ലാറ്റി ഫുള്ള് റെഡായി നിൽക്കുന്ന ഒരു ഐറ്റം ഗപ്പിയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3-4 മാസം പ്രായമുണ്ട് ഈ ഒരു ഗപ്പിക്ക്. അപ്പോൾ ഇതിൻ്റെ കളർ നോക്കിയാൽ യെല്ലോ കളർ. അപ്പോൾ ഇത് നമ്മളെ ബലൂൺ പ്ലാറ്റിയുടെ അവർ ഫുള്ള് റെഡെന്ന് ഒരു ഐറ്റം ഇറങ്ങിയതാണ്. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ഞാൻ അതിന്ന് മാറ്റി, ഇല്ലെങ്കിൽ നമുക്ക് പണി കിട്ടിയത്. ബലൂൺ പ്ലാറ്റി ഞാൻ അവിടെ വളർത്തണമെങ്കിൽ 2 വർഷത്തിൻ്റെ മേലായി, 3 വർഷത്തോളായി, 4 വർഷത്തിൻ്റെ അടുത്തായി നമ്മൾ ബലൂൺ പ്ലാറ്റി ഇവിടെ ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഐറ്റം ഗപ്പിയെ നമുക്ക് കിട്ടുന്നത്, അല്ല ഗപ്പിയല്ല, ബലൂൺ പ്ലാറ്റിനെ കിട്ടുന്നത്. ഇത് ഫീമെയിലാണ്. അപ്പോൾ ഈ ഒരു കളറ് നമുക്ക് അതിലൊന്ന് വന്നപ്പോൾ ചെറിയ കുഞ്ഞിനെ അപ്പോൾ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഞാൻ അതിന് വേഗം എടുത്ത് നമ്മുടെ സാധാ പ്ലാറ്റുകളെ ആ ഒരു ടാങ്കിലേക്ക് മാറ്റി. അതിനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് പിടിച്ച് മാറ്റിയാണ്. പക്ഷേ ഇതുവരെ ഇത് ബ്രീഡായിട്ടില്ല. എന്താണ് ബ്രീഡാകത്തുന്നാവോ? ഫീമെയിലാണ് ഇപ്പോൾ ഇത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സൈഡ് വ്യൂ കൂടി നോക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കടക്കാം. ഐറ്റം നമ്മൾ മുമ്പ് യെല്ലോ പ്ലാറ്റിയുടെ ആ ഒരു പാറ്റേണായി മാറിയിട്ടുണ്ട്. ഇത് അസൽ നമ്മുടെ ഫീമെയിലാണ് ബലൂൺ പ്ലാറ്റിയുടെ. അപ്പോൾ ഈ ഒരു കളറായിരുന്നു ആദ്യമായിട്ടാണ് എനിക്ക് കിട്ടിയത്. ഒറ്റ പീസാട്ടോ, 3-4 മാസം മുന്നേ, 3-3.5 മാസത്തിൻ്റെ മുന്നേ ഉള്ള ഒരു പീസാണ് ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത്. നമ്മൾ അന്നേ ഇത് മാറ്റി, കണ്ടതുകൊണ്ട് മാറ്റി. പിന്നീട് നമുക്ക് ആ ഒരു ഐറ്റത്തിൽ നിന്ന് നമുക്ക് ഈ ഒരു യെല്ലോ കളർ ഇറങ്ങിയിട്ടില്ല. ചെറിയൊരു റെഡ് കളർ മാത്രമേ അതിൻ്റെ മുകൾ ഭാഗത്ത് കാണാനുള്ളൂ. ബാക്കിയുള്ള ഫുള്ള് നമ്മൾ യെല്ലോ കളറായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ നമ്മളത് അതിൽ വെച്ചുകൊണ്ടിരുന്നാൽ പിന്നീട് എന്താ സംഭവിക്കുക, അതിൽ ഏതെങ്കിലും ഒരു മെയിലിനെ മേറ്റ് ചെയ്യിച്ചിട്ട് പിന്നീട് വരുന്ന കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഈ കളർ കിട്ടും എന്നൊരിതിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇവരെ വേഗം മാറ്റിയത്. അപ്പോൾ അതിൻ്റെ വാല് നോക്കിയിട്ടാണ് എനിക്ക് ഫീമെയിലാണെന്ന് മനസ്സിലായത്. ഇത് ചിലപ്പോൾ അറൂറുമായിട്ട് നമുക്ക് ഇങ്ങനെ വരാറുണ്ട് ചില ഐറ്റംസിൽ. പക്ഷേ എൻ്റെ ഈ ഒരു ബലൂൺ പ്ലാറ്റിൽ ഇങ്ങനെ കിട്ടുന്നത് ആദ്യമായിട്ടാണ്. പല ഫിഷിനും ഇങ്ങനെ സംഭവിക്കാറുണ്ട്, ഗപ്പികളിൽ ഇങ്ങനെ സംഭവിക്കാറുണ്ട്. ഗപ്പികൾ ക്വാളിറ്റി കുറഞ്ഞിട്ട് ഇങ്ങനെ വരാറുണ്ട്. വേറെ കളറൊക്കെ ഒരു 10 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ആ ബാച്ചിൽ നിന്ന് ചിലപ്പോൾ ഒരു കുഞ്ഞ് ചിലപ്പോൾ ഇങ്ങനെ ഇറങ്ങി വരാറുണ്ട്. നമ്മൾ അതിനധികം വെച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ ഒന്നില്ലെങ്കിൽ കമ്മ്യൂണിറ്റി ടാങ്കിലേക്ക്, മിക്സഡ് ടാങ്കിലേക്ക് ഒക്കെ മാറ്റാം. ഞാനിപ്പോൾ മിക്സഡ് ടാങ്കിലേക്കാണ് മാറ്റിയത് കൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇത് ബ്രീഡായിട്ടില്ല, ഇതുവരെ എന്ത് ബ്രീഡായാലും കുറേ പ്ലാറ്റി കുഞ്ഞുങ്ങളുണ്ടായിട്ട് പോലും ഇത് ബ്രീഡായിട്ടില്ല. വയറിപ്പോഴും ചുരുങ്ങിയിട്ടാണ് ഇരിക്കുന്നത്. ഇതിലും ബ്രീഡായിട്ടില്ല. ചിലപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ചിലപ്പോൾ ജനറ്റിക് പ്രോബ്ലം കൊണ്ട് ബ്രീഡാവാത്തതുകൊണ്ടായിരിക്കാം. ചില ഐറ്റംസ് ജനറ്റിക് പ്രോബ്ലം കൊണ്ട് ബ്രീഡാവാത്ത സംഭവങ്ങളുണ്ട്. ഇതിപ്പോൾ ബ്രീഡാവാതെ നമുക്ക് കിട്ടിയത്. അപ്പോൾ നമുക്കിതിൻ്റെ ഒറിജിനൽ പ്ലാറ്റുകൾ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒറിജിനൽ നമ്മളെ കയ്യിലുള്ള ആ ഒരു പ്ലാറ്റുകൾ, ബലൂൺ പ്ലാറ്റി കളർ നോക്കി നോക്കും. റെഡ് കളറിന് അങ്ങോട്ട് മുങ്ങിയിരിക്കുകയാണ്. ഇതിന് ആമ്പലിൻ്റെ ടാങ്കിൽ ഇട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ഫീമെയിലും മെയിലും ഒക്കെ അതിലുണ്ട്, കുഞ്ഞുങ്ങളെല്ലാം തന്നെ അതിൽ ഇറങ്ങുന്നുണ്ട്. ഇതിൽ നിന്ന് ഇറങ്ങിയ ബാച്ച് ഒരു ഐറ്റമാണ് നമ്മൾ നേരത്തെ കണ്ടത്. പിന്നീട് പിന്നെ ആ ബാച്ചിൽ നിന്ന് നമുക്ക് ഇറങ്ങിയിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല വയറ് വീർത്തിരിക്കുന്ന ഫീമെയിലാണ് ഇതൊക്കെ. പക്ഷേ നമ്മൾ നേരത്തെ കാണിച്ചതിന് വയറ് വീർത്തൊന്നും കാണാനില്ല. അതുകൊണ്ട് ബ്രീഡാവാത്തതുകൊണ്ടായിരിക്കാം. ബ്രീഡാവാതെയും ഇത് ബ്രീഡ് വീർത്തതാണ് ഈ ഒരു ഐറ്റം. വേണം ബലൂൺ പ്ലാറ്റിൻ്റെ പേര് വരാൻ തന്നെ കാരണം ബ്രീഡാവാതെ തന്നെ ഫീമെയിൽ വയറ് വീർത്തുകൊണ്ടിരിക്കും, ചെറുതായിട്ട് ബൾജ് ചെയ്തിരിക്കും. പക്ഷേ ആ ഒരു ഐറ്റത്തിന് അതും കാണാനില്ല. ഇത് നമ്മൾ ബലൂൺ പ്ലാറ്റുകൾ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെ നോക്കി ഒന്നിൽ പോലും നമുക്ക് ആ ഒരു കളറ് വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ വേഗം അതിനെ അടുത്ത് മാറ്റി. ഇതെന്ന് ഇറങ്ങിയത് ഈ ടാങ്കിൽ നിന്നാണ് ആ ഒരു കുഞ്ഞ്, ഒരൊറ്റ കുഞ്ഞ് നമുക്ക് കിട്ടിയത് ഒരു 3 മാസം മുന്നേ. പിന്നീട് ആ ഒരു ബാച്ചിലുള്ള നമ്മൾ ഒരു കുഞ്ഞിനും നമുക്ക് ഈ ഒരു ആ ഒരു കളറൊക്കെ വന്നിട്ടില്ല. വളരെ പെട്ടെന്ന് നമ്മൾ അതിനെ വേഗം എടുത്ത് മാറ്റിയതുകൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ആ ഒരു ഐറ്റം ഇതിന്ന് ബ്രീഡായിട്ട് കുഞ്ഞുങ്ങളായിട്ട് ചിലപ്പോൾ യെല്ലോ കളറൊക്കെ കയറി ഒരു മിക്സിങ് ആയി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിപ്പോൾ നമ്മൾ അത്രയും നമ്മൾ ബ്രീഡ് അത്രയും സൂക്ഷിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റത്തിനെ നമ്മളിവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒന്നും കയറാതെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നത്. ഇപ്പോൾ അധികം നമ്മൾ കേരളത്തിലെ ബ്രീഡർമാർ ഈ ഐറ്റം കുറവാണ്. അപ്പോൾ ഇപ്പോൾ ഈ ഐറ്റത്തിൽ നമുക്കൊരു 10-20 പേരുകളൊപ്പം നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് കൊടുക്കാനായിട്ടുള്ളതാണ് ഇപ്പോൾ അത് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഫിഷിനെ സംഭവിക്കുന്ന കാണിച്ചിട്ടാണ് ഞാനിപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. പിന്നീട് ഇറങ്ങുന്നത് നമുക്ക് ആ ഒരു ഐറ്റം കിട്ടിയിട്ടില്ല. ഒരു ഭാഗ്യമാണെന്ന് പറയാം. നമ്മൾ കണ്ടതുകൊണ്ട് ഞാൻ എല്ലാം നോക്കുമ്പോൾ കുഞ്ഞുങ്ങളൊക്കെ എല്ലാം കളറുണ്ട്. പക്ഷെ ഇതിലൊക്കെ ഇപ്പോൾ ഇറങ്ങിയ കുഞ്ഞുങ്ങൾക്ക് ഒറ്റ കളർ മിസ്സിങ് ആകുന്നില്ല. അപ്പോൾ ആ ഒരു കളറ് നമ്മൾ കണ്ടതുകൊണ്ട് അന്ന് നമ്മൾ വേഗം കണ്ടതുകൊണ്ട് വേഗം മാറ്റിയതുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റി. ഇല്ലെങ്കിൽ ഇതൊക്കെ മിക്സിങ് ആയിട്ട് നമുക്ക് വന്നേനെ. ആദ്യത്തെ ഒരു ബാച്ചിലുള്ള ഒരു ഐറ്റമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമ്മൾ ബോംബ പാൻറ്റിൽ നിറച്ചത്. അത് നോക്കി നോക്കും, ഒറ്റ ഒന്നും പോലും ആ കളർ കാണുന്നില്ല. പിന്നീടുണ്ടായ കുഞ്ഞുങ്ങൾക്കും ആ ഒരു കളർ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മൾ ഓരോ സെക്ഷനിലേക്ക് ഇങ്ങനെ മാറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിലുള്ളതൊക്കെ നമ്മൾ ആ ഒരു പക്ക റെഡ് കളറായിട്ടുള്ളത്. കുഞ്ഞുങ്ങളും നോക്കിയാലും നമുക്ക് മനസ്സിലാവും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല റെഡ് കളറായിട്ട് വന്നു. ഇങ്ങനെ കുഞ്ഞുങ്ങളെ നോക്കിയിട്ടാണ് അതിലൊന്നും നമുക്കൊരു യെല്ലോ കളറായിട്ട്, അത് അന്ന് യെല്ലോ കളറായിട്ട് പ്യുവർ ഒരു വൈറ്റ് കളറായിരുന്നു. നല്ല പ്യുവർ വൈറ്റ് കളറായിട്ടായിരുന്നു നമുക്കതിനെ കണ്ടത്. അതുകൊണ്ട് ഞാൻ വേഗം എന്തോ ഇതിൽ കണ്ടിട്ട് നമ്മൾ മിക്സഡ് ടാങ്കിലേക്ക് മാറ്റി അത് ചെറിയൊരു പാത്രത്തിലിട്ട് വളർത്തി
അപ്പോൾ കളറൊക്കെ മഞ്ഞ കളർ വരാൻ തുടങ്ങി. എന്നിട്ട് വേഗം ഞാൻ കമ്മ്യൂണിറ്റി ടാങ്കിലിട്ട് വളർത്താൻ തുടങ്ങി. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ പറ്റുന്നത് ഫുള്ള് റെഡ് കളർ, ഫുള്ള് ഇവിടെയൊക്കെ ഫുള്ള് ഒക്കെ പേടിച്ച് പോയതാണ്. അത്രയ്ക്ക് നമ്മളോട് വല്ലാതെ ഇണങ്ങാത്ത റൈറ്റാണ് നമ്മൾ ഈ ഒരു ബലൂൺ പ്ലാറ്റി എന്ന് പറയുന്നത്. നല്ല പേടിയുള്ള കൂട്ടത്തിലാണ്. ഗപ്പിയുള്ള മാതിരിയല്ല. ഇവിടെയൊക്കെ നമ്മൾ അടുത്തേക്ക് ചെന്നാൽ വേഗം പിന്നെ ഫുഡ് എടുക്കാൻ വരും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് കുറച്ചൊരു പേടിയുള്ള മൈൻഡ് ഉള്ളതാണ്. പിന്നെ കുഞ്ഞുങ്ങൾ അത്യാവശ്യം കഴിക്കുകയും ചെയ്യും. അപ്പോൾ ഇതേമാതിരി പ്ലാന്റൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ സേഫായിട്ട് ചെയ്യാം. അവിടെ ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ ഒളിച്ചിരിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളെ മാറ്റാൻ നേരം കിട്ടിയില്ല. ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട്, 10-200 കുഞ്ഞുങ്ങളിപ്പോൾ ഈ ഒരു ടാങ്കിൽ കിടക്കുന്നുണ്ട്. മാറ്റാൻ നേരം കിട്ടിയില്ല, ഇപ്പം അങ്ങനെ തന്നെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടാങ്കിൽ അത്രത്തോളം, ഈ ടാങ്കിലാണ് ഇപ്പോൾ നന്നായിട്ട് നമ്മൾ നേരത്തെ കാണിച്ച ആ ഒരു ബ്രൂഡിൻ്റെ ടാങ്കിനേക്കാളും കൂടുതൽ വന്നത് ഇപ്പോൾ ഇതിലാണ്. ഇതിൽ വലിയ വലിയ സൈസിലുള്ളതൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതിൽ അടിയിൽ ഫുള്ള് നമ്മൾ ഫോക്സ്റ്റൈലല്ല ജാവാമോസ് സെറ്റാക്കിയിരിക്കുകയാണ്. എന്നിട്ടും ഗ്രീൻ വാട്ടറായി ജാവാമോസ് കുറച്ചൊരു ചീഞ്ഞ ടൈപ്പായിപ്പോയി. നല്ല വെയിലടിക്കുന്ന സ്ഥലമായതുകൊണ്ടാണ് അത് സെറ്റാവാഞ്ഞത്. അപ്പോൾ ഇതിൽ നന്നായിട്ട് ആ ഒരു കുഞ്ഞുങ്ങൾ നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഫുള്ള് റെഡ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇവർക്കിപ്പോൾ നമ്മൾ 2 നേരം ഈ ഒരു അർട്ടിയം ഫ്ലേക്സാണ് ഇപ്പോൾ കൊടുക്കുന്നത്. മൊയിനൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. വേറെ ഒരു ഫുഡുകൾ പോലെ ഹൈ ക്വാളിറ്റി ഫുഡുകളൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ സാധാ നോർമൽ ആർട്ടിമിയ ഫ്ലേക്സാണ് കൊടുക്കുന്നത്. OSIൻ്റെ കൂടി അല്ല, നോർമൽ ഫ്ലേക്സാണ് കൊടുക്കുന്നത്. 2 നേരം കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ല ഈ ഒരു റെഡ് കളർ വരുന്നുണ്ട്. അതൊരു ബലൂൺ പ്ലാറ്റിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ വലിയ ഹൈ ക്വാളിറ്റി ഫുഡുകളൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഇതിന്. ഏത് ഫുഡ് നമുക്ക് കൊടുത്ത് വളർത്തിയാലും ഈ റെഡ് കളർ നന്നായിട്ട് കയറി വരും. വേറെ ഒരു ഇതുമില്ല. ഒക്കെ നമ്മൾ റെഡ് കളർ, റെഡ് കളറായിട്ടാണ് നമുക്കിപ്പോൾ ഇതിനെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇത്രങ്ങാനും റെഡാണ്. അപ്പോൾ ഇതിന്ന് നമ്മൾ നേരത്തെ കണ്ടതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഇപ്പോഴത്തെ ഒരു സൗന്ദര്യം ഒന്നും ഉണ്ടാവില്ല. മിക്സിങ് ആയി കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല. ഒക്കെ ആകെ എന്തൊക്കെയോ ഒരു മരു കളറായിരിക്കും. മാർക്കറ്റിലും റേറ്റ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തിട്ട് വേറെ ഒരു വെള്ളവും ഇതിലേക്ക് ചേരാതെ അതൊക്കെ നമ്മൾ പക്കായിട്ടാണ് നമ്മൾ ഈ ഒരു ബലൂൺ പ്ലാറ്റുകൾ വളർത്തുന്നത്. വെള്ളം ചേരാന്ന് പറഞ്ഞാൽ വേറെ പ്ലാറ്റുകളുടെ ടാങ്കിലത്തെ വെള്ളം ഇതിലേക്ക് ആയാലും ചിലപ്പോൾ അവരെ സെമണൊക്കെ മറ്റുള്ള പ്ലാറ്റുകളുടെ സെമണൊക്കെ ഇതിൽ വന്ന് ചിലപ്പോൾ മിക്സിങ് ആയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, വന്ന റൈറ്റാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു. പക്ഷേ ഇത് എന്തുകൊണ്ടോ നമുക്കിതൊരു ബ്രീഡായിട്ട് കിട്ടിയിട്ടില്ല. ഇപ്പോഴും ഇത് ആൾ വെർജിനായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിനെ വീണ്ടും നമ്മളെ കമ്മ്യൂണിറ്റി ടാങ്കിൽ പ്ലാറ്റുകൾ കുറേ മിക്സിങ് ആയിട്ടുള്ള പ്ലാറ്റ് ടാങ്കിലേക്ക് തന്നെ ഇതിടാൻ പോവുകയാണ്. ഞാൻ ആ പ്ലാറ്റിനെ ഇതിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനിപ്പോൾ വേഗം പിടിച്ചതാണ്. ഫുഡ് കൊടുത്തിട്ടപ്പോൾ പിടിച്ചതാണ്. അപ്പോൾ അതിനാക്കി. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ പലതരം പ്ലാറ്റുകൾ ഒക്കെ ഇതിലിരിക്കുന്ന സംഭവമാണ് ഇപ്പോൾ ഇതിലുള്ളത്. പല മാംഗോ പ്ലാറ്റി, സാധാരണ നോർമൽ പ്ലാറ്റുകൾ, പ്ലാറ്റിൻ്റെ ബാക്കിൽ ടൈലിൽ ഒരു ബ്ലാക്ക് കളറൊക്കെ ആയിട്ടുള്ളത്, അങ്ങനത്തെ ഒക്കെ ഇതിൽ കിടക്കുന്നുണ്ട്. പിന്നെ ഷോർട്ട് ടൈലുണ്ട്, ഒക്കെ ഇത് മിക്സിങ് ആയിട്ട് കിടക്കുന്നുണ്ട്. അതിലാണ് ഞാനിപ്പോൾ നേരത്തെ നമ്മൾ നേരത്തെ പിടിച്ചിരിക്കുന്ന ആ ഒരു ബലൂൺ പ്ലാറ്റിനകത്തേക്ക് ഇട്ടത്. പക്ഷെ അതുവരെ ഇത്രയും മെയിലുകൾ, ഒരുപാട് മെയിലുകൾ ഉണ്ടാവുമല്ലോ, എന്നിട്ടൊന്നും അത് ബ്രീഡായിട്ടില്ല. കുഞ്ഞുങ്ങളായി പുറത്തേക്ക് പോയാൽ അതിലെ വയറ് വീർത്തിരിക്കുന്നത് കാണാനില്ല. അപ്പോൾ ഇതിലേക്കാണ് ഇട്ട് സെറ്റാക്കിയത്. അപ്പോൾ ഗപ്പികളിലും ഇങ്ങനെ സംഭവിക്കാം. ഇപ്പോൾ ഒരു ഗപ്പി പ്രസവിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 20-10 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. ആ കുഞ്ഞുങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന കുഞ്ഞുങ്ങൾക്ക് എല്ലാത്തിനും ഒരേ കളറാണെങ്കിൽ ഒരു വിഷയമില്ല. ഏതൊക്കെ ഐറ്റംസ് ചിലപ്പോൾ ചില മെയിലിന് കളർ വേരിയേഷൻ ഉണ്ടായിരിക്കാം, ചില ഫീമെയിലിനും ചിലപ്പോൾ ഒട്ടും ക്വാളിറ്റി ഉണ്ടാവാതെ അങ്ങനെ മിക്സിങ് ആയിട്ട് പോകാനുള്ള ചാൻസും ഗപ്പികളിലും സംഭവിക്കാം. ഇത് വളർത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു മെത്തേഡാണ്. നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഇതിൽ ചെയ്യുന്നത്. എല്ലാത്തിനും ഒരേ ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ്. ചില മെയിലിന് ചിലപ്പോൾ ടൈലും കളർ ഉണ്ടാവില്ല, ഒട്ടും കളർ ഉണ്ടാവില്ല. ഇത് കുറേ ഒന്നിച്ച് ബൾക്കായി ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് ബാഗ് എടുത്ത് മിക്സഡ് ടാങ്കിലേക്ക് ഇട്ടുകയാണ്. ഒരുപാട് നമ്മൾക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മിക്സഡ് ടാങ്കിലേക്ക് ഇട്ടുകൊണ്ടാണ് നമുക്ക് ഇപ്പോഴും എല്ലാത്തിനും നമ്മൾ ഈ ഒരു കളറും കാര്യങ്ങളും ഫീമെയിലൊക്കെ നല്ല വയറും വീർത്തിരിക്കുന്നത് ഒരു കാരണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ക്വാളിറ്റി മിക്സ് ആവാതെ നമുക്ക് എല്ലാ ഗപ്പികളെയും നമുക്ക് നല്ല ക്വാളിറ്റി തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശരിക്കും ചുരുക്കം പറഞ്ഞാൽ നമുക്ക് നല്ല കുറേ കാലം നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഏത് ക്വാളിറ്റി കിട്ടണമെന്നുണ്ടെങ്കിലും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. 1 മാസമോ 2 മാസമൊക്കെ വളർത്തുന്ന അടുത്ത മാസം നമുക്ക് വേണ്ട, അങ്ങനെയുള്ളവർക്കൊന്നും വിഷയമല്ല. നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർഷങ്ങളോളം നമുക്ക് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കൊരു പരിധി വരെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് എങ്ങനെയാണോ പാരൻസിൻ്റെയും ബ്രൂഡിൻ്റെയും ആ ഒരു ക്വാളിറ്റി ഉള്ളത്, ആ ഒരു ഐറ്റം നമുക്ക് തീർച്ചയായും എല്ലാ ഫിഷിനും നമുക്ക് കിട്ടും. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക. എല്ലാവർക്കും ബൈ.